ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് നവരരി കൊണ്ട് ഒരു കുറുക്ക് തയ്യാറാക്കി നോക്കാം കേട്ടോ. നവരരി വളരെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. കുട്ടികൾക്ക് തൂക്കം വരും, ഇതുപോലെ തന്നെ നല്ല തുടുപ്പ് വരും, നല്ല എല്ല് ബലം ഉണ്ടാവും, ഒക്കെ നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. പിന്നെ അപ്പം നവരരി എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. നവരരി കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. നവരരി നന്നായിട്ട് കഴുകി നല്ലതുപോലെ വറുത്തെടുക്കണം. നല്ലപോലെ എന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളയും ചുവപ്പ് കളറിൻ്റെ അതിനിട്ടൊരു നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നല്ലപോലെ കരിയരുത്. ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ ചെറുതായിട്ട് കരിഞ്ഞു. അപ്പോൾ ഇതുപോലെ ആവരുത്, കുറച്ച് ബ്രൗൺ കളർ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് കണ്ടു ഗൈസ്, എൻ്റെ കുറച്ച് കരിഞ്ഞു പോയി. അപ്പോൾ ഇതുപോലെ കരിയരുത്. അതിന് നല്ല കട്ടിയുള്ള പാത്രം എടുത്താൽ മതി കേട്ടോ. അതിന് നമുക്ക് വേണ്ടത് പൊരി അവൽ പറഞ്ഞൊരു അവലാണ്. പൊരി അവൽ കിട്ടിയില്ലെങ്കിൽ സാധാ അവലും മതി. അപ്പോൾ അങ്ങനെ പൊരി അവൽ നന്നായിട്ടൊന്നും വറുക്കരുത്, ചെറിയ ചൂട് തട്ടിയാൽ മതി പൊരി അവൽ കേട്ടോ. നന്നായിട്ട് ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി. എന്നിട്ട് രണ്ടും കൂടിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കുക. അതേപോലെ കിട്ടും നമുക്ക്. നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ നല്ല കട്ടിയുള്ള ഒരു പാത്രം നന്നായി ചൂടാക്കണം. നല്ല ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നല്ല ചൂടുവെള്ളത്തിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ആക്കണം വെള്ളം. എന്നിട്ട് ചൂടാക്കിയിട്ട് ഞാനിതിന് 2 സ്പൂൺ നമ്മുടെ അരച്ച് വെച്ച പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. പൊടിച്ച് വെച്ചത് നമ്മൾ 2 സ്പൂണാണ് ഇടുന്നത്. അത് നന്നായിട്ട് തന്നെ കട്ടയില്ലാണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. കട്ട് ചെയ്യാൻ അത് കിട്ടില്ല. അപ്പോൾ നന്നായി ഉടച്ച് നല്ല ഇതുപോലെ ആയ ശേഷം നമുക്കതിലേക്ക് പനങ്കൽക്കണ്ടം കഴുകിയിട്ടാണ് ഞാൻ ഇടുന്നത്. പനങ്കൽക്കണ്ടം ഉരുക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നല്ലതാണ്. എൻ്റെ അത് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാണ്. ഇനി വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. പനങ്കൽക്കണ്ടം ഉരുക്കിയിട്ടുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അടുത്ത വീഡിയോയ്ക്ക് അതിടാം. ഇപ്പോൾ കൽക്കണ്ടം ഞാൻ കഴുകിയിട്ട് ഒരു ഗാർണിഷ് ചെയ്യാൻ മറ്റേ പൊരി കുറച്ചിട്ടു. എന്നിട്ട് ഗാർണിഷ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.